നമസ്കാരം. 2019 ജൂൺ 13 യു പിയിലെ മീററ്റ് ജില്ലയിലെ ലോഹിയ വില്ലേജ്. ആ വില്ലേജിലെ സാബിയ അഹമ്മദിന്റെ കരിമ്പൻ തോട്ടത്തെ കൂടി അദ്ദേഹത്തിന്റെ പണിക്കാരൻ ഈശ്വർ പാണ്ഡെ രാവിലെ നടന്നു വരികയാണ്. എല്ലാ ദിവസവും രാവിലെ തന്നെ ആ കരിമ്പൻ പാടത്ത് ഇറങ്ങി ആ പാടത്തിലെ കരിമ്പൻ ചെടിയുടെ വളർച്ച നിരീക്ഷിക്കുന്ന ജോലി ഈ ഈശ്വർ പാണ്ഡയ്ക്കുണ്ട്. ഈശ്വർ പാണ്ഡെ വളഞ്ഞു നിൽക്കുന്ന കരിമ്പൊക്കെ നേരെയാക്കി അങ്ങനെ നടക്കുമ്പോഴാണ് അയാളുടെ അടുത്തേക്ക് ഒരു പട്ടി ഓടി വന്നത്. ഓടി വന്ന പട്ടിയെ അയാൾ കണ്ടു. പക്ഷെ അടുത്ത നിമിഷം ശരിക്കും അയാൾ ഞെട്ടി. ആ പട്ടിയുടെ വായിൽ ഒരു കൈയുണ്ട്, വളകളിട്ട ഒരു കൈ. ഒരു സ്ത്രീയുടെ കൈയും കടിച്ചെടുത്തുകൊണ്ടാണ് ആ പട്ടി അയാൾക്ക് നേരെ ഓടി വന്നത്. ഭയന്നുപോയ ഈശ്വർ പാണ്ഡെ ഉറക്കെ അലറി വിളിച്ച് സമീപത്തുണ്ടായിരുന്ന മറ്റ് പാടങ്ങളിലെ ആളുകളെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. എല്ലാ പാടങ്ങളിലും രാവിലെ അവരവരുടെ കൃഷി എന്തായെന്ന് നോക്കാനായിട്ട് ജോലിക്കാർ വരും. അവരെല്ലാവരും ഈശ്വർ പാണ്ഡെ വിളിക്കുന്ന കേട്ടതും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി. താൻ കണ്ട കാഴ്ച ഈശ്വർ പാണ്ഡെ അവരോട് പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ടതും ആ ആൾക്കൂട്ടം ആ പട്ടിയെ അവിടേക്കൊന്ന് തിരക്കി. അവരെല്ലാവരും കൂടി ഒന്നിച്ച് ശ്രമിച്ചപ്പോൾ അവർ ദൂരെയായി പട്ടി ഓടിപ്പോകുന്നുണ്ട്. ഉടനെ ആ ആൾക്കൂട്ടം കയ്യിൽ കിട്ടിയ കല്ലുകളൊക്കെ എടുത്ത് പട്ടി എറിഞ്ഞു. എറി കിട്ടിയതും പട്ടി ആ കൈ അവിടെ ഇട്ടിട്ട് ഒരൊറ്റ ഓട്ടം. ആളുകൾ ഓടി ആ കൈയുടെ അടുത്തെത്തി. ഈശ്വർ പാണ്ഡെ പറഞ്ഞത് ശരിയാണ്, അത് ഒരു സ്ത്രീയുടെ കൈയാണ്. ആ കൈയിൽ വളയുണ്ട്, കുപ്പിവളയാണ്. ആ കൈ കിട്ടിയിരിക്കുന്നത് സാബി അഹമ്മദിന്റെ കരിമ്പൻ തോട്ടത്തിൽ നിന്നാണ്. ഉടൻ തന്നെ ഈശ്വർ പാണ്ഡെയും കൂടുതലുള്ള ആളുകളും സാബി അഹമ്മദിനെ വിവരമറിയിച്ചു. സാബി അഹമ്മദ് ഉടൻ സംഭവ സ്ഥലത്തെത്തി. അദ്ദേഹം കൈ കണ്ടു. വിവരം ആ നിമിഷത്തിൽ തന്നെ അവരെല്ലാവരും കൂടി ചേർന്ന് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ദൗറാന പോലീസ് സ്റ്റേഷനിൽ വിവരം അറിഞ്ഞതും അവിടെ നിന്ന് പോലീസ് ഇൻസ്പെക്ടറും സംഘവും സ്ഥലത്തെത്തിയ പോലീസ് സംഘം വിവരം SP അറിയിച്ചതും SP ഫോറൻസിക്കാരെയും ഡോഗ് സ്ക്വാഡിനെയും കൂടി ആ സ്ഥലത്തേക്ക് അയച്ചു. ഒരു സ്ത്രീയുടെ കൈയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ബാക്കി ഭാഗങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ്. ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് SP സാഹിനി ഡോഗ് സ്ക്വാഡിനെയും അതേപോലെ ഫോറൻസിക്കാരെയും സ്ഥലത്തേക്ക് അയച്ചത്. ആ എൻ്റെ ടീമും സ്ഥലത്തെത്തി. ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തിയതും പോലീസ് നായ ആ കൈയുടെ മണം പിടിച്ചിട്ട് ആ കരിമ്പൻ തോട്ടത്തിൽ കൂടി ഓടി തുടങ്ങി. കരിമ്പൻ തോട്ടത്തിലൂടെ കുറച്ചു ദൂരം ഓടിയ ആ നായ ഒരു സ്ഥലത്ത് നിന്നു. അത് ആ തറയിലൊന്ന് കുഴിച്ചു. അതിനുശേഷം വീണ്ടും അത് ഓടി തുടങ്ങി. അത് കണ്ട പോലീസ് സംഘം ആ പോലീസ് നായ കുഴിച്ച ഭാഗം ഒന്ന് കുഴിച്ചു നോക്കാൻ മറ്റുള്ളവർ ആവശ്യപ്പെട്ടിട്ട് ആ നായയെ പിന്തുടർന്നു. കുറച്ചുകൂടി ദൂരത്തേക്ക് ഓടിയ ആ പോലീസ് നായ വീണ്ടും ഒരു സ്ഥലം കുഴിച്ചു. അവിടെ അല്പം നേരം കുഴിച്ചിട്ട് നായ പിന്നെ ഓടുകയാണ്. പോലീസ് സംഘം ആ സ്ഥലവും കുഴിക്കാനുള്ള ഏർപ്പാടാക്കി. അവർ വീണ്ടും നായ പിന്തുടർന്നു. അത് പിന്നെയും ഒന്ന് രണ്ട് സ്ഥലത്തു കൂടി അതുപോലെ കുഴിക്കുകയുണ്ടായി. അവിടെ എല്ലാം പോലീസ് എത്തി ആ ഭാഗങ്ങൾ കുഴിച്ചു തുടങ്ങി. പോലീസ് നായ കാണിച്ച സ്ഥലത്ത് നിന്നൊക്കെ പോലീസിന് ചില സാധനങ്ങൾ കിട്ടുക തന്നെ ചെയ്തു. ഒരു സ്ഥലത്തുനിന്ന് അവർക്ക് നേരത്തെ കണ്ടതുപോലെ ഒരു കൈ കിട്ടി. കൈമുട്ടിന്റെ താഴെന്ന് അറുത്ത് മാറ്റിയെടുത്തിരിക്കുന്ന ഒരു കൈയാണ് അവർക്ക് കിട്ടിയത്. വേറൊരു കുഴിയിൽ നിന്ന് കിട്ടിയത് കാൽമുട്ടിന്റെ താഴെയുള്ള ഇടത് കാലാണ്. മറ്റൊരു കുഴിയിൽ നിന്ന് കാൽമുട്ടിന് താഴെയുള്ള വലത് കാല്. ഒരു കുഴിയിൽ നിന്ന് കിട്ടിയത് തലയാണ്. മറ്റൊരു കുഴിയിൽ, അത് കുറച്ച് വലിയ കുഴിയാണ്, ആ കുഴിയിൽ നിന്ന് കഴുത്ത് മുതൽ കാലിന്റെ മുട്ടുവരെയുള്ള ഭാഗം കിട്ടി. ആ കബദ്ധത്തിൽ രണ്ട് കൈയും കൈമുട്ട് വെച്ച് മുറിച്ചിരിക്കുകയാണ്. ഈ എല്ലാ ബോഡി പാർട്സുകളും അഴുകി തുടങ്ങിയിട്ടുണ്ട്. ആ ബോഡി പാർട്സുകളിൽ ഉപ്പ് ഇട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. ഫോറൻസിക് ടീം ആ ബോഡി പാർട്സുകളും ആ കുഴികളും വയലും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ ബോഡി പാർട്സുകൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടവർ ഉറപ്പായും എന്തെങ്കിലും തെളിവുകൾ അവിടെ അവശേഷിപ്പിച്ചിരിക്കും എന്ന കാര്യത്തിൽ അവർ സംശയമൊന്നുമില്ല. ആ ബോഡി പാർട്സുകൾ അങ്ങനെ നോക്കുമ്പോഴാണ് ആദ്യം പട്ടി കടിച്ച് എടുത്തുകൊണ്ട് ഓടിയ ആ കൈയിലേക്ക് ആളുകളുടെ ശ്രദ്ധ വരുന്നത്. അതിലൊരു ടാറ്റു ഉണ്ട്, ഒരു പേരാണ് അമൻ എന്ന് എഴുതിയിട്ട് ലവിന്റെ ഒരു ചിഹ്നം വരച്ചിരിക്കുകയാണ്. അമൻ എന്ന പേരുള്ള ഒരാളോട് പ്രണയമുള്ള ഒരു പെൺകുട്ടിയുടെ കൈയാണ് അതെന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ബോഡി പാർട്സുകളാണ് അവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ടും പോലീസിന് നിർണായകമായ ഒരു തെളിവ് ലഭിച്ചിരിക്കുകയാണ്. ഒരു അമൻ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ തന്നെ പോലീസ് അമൻ എന്ന പേരുള്ള ആരെങ്കിലും ആ ഗ്രാമത്തിലുണ്ടോ എന്ന് തിരക്കി തുടങ്ങി. ആ ഗ്രാമത്തിലും സമീപത്തുമുള്ള ഗ്രാമങ്ങളിലൊക്കെ പോലീസ് ആ തിരക്കൽ പ്രക്രിയ നടത്തി. അവർക്ക് 3 ആളുകളുടെ പേര് കിട്ടി. അമൻ എന്ന പേരുള്ള 3 പേർ അവരുടെ ലിസ്റ്റിൽ വന്നതും ആ 3 പേരെയും പോലീസ്
അന്വേഷണത്തിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇതിനിടയിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സ്പോട്ട് പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. അനവധി കഷ്ണങ്ങളായി മുറിക്കപ്പെട്ട ആ ബോഡി അവിടെ തന്നെ ഒരു പ്ലേസ് ഉണ്ടാക്കി പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി. പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി എങ്ങനെ കൊല്ലപ്പെട്ടു എന്നതിന്റെ ഒരു വിവരണം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് പോലീസിനോട് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് അതിനെ കൊന്നിരിക്കുന്നത്. മരിക്കുന്നതിന് മുന്നേ അതിന്റെ ബോഡിക്കുള്ളിലേക്ക് ഒരു സ്ലീപ്പിംഗ് പിൽസ് കടന്നിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് ആ കുട്ടി ഏതാണ്ട് അബോധാവസ്ഥയിലായിരുന്നു. ഏകദേശം ഒരു 20-22 വയസ്സിനകത്ത് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ പെൺകുട്ടി കൊല്ലപ്പെട്ടിട്ട് ഏകദേശം ഒരാഴ്ച സമയവുമായി. അത്രയും പഴക്കം ആ ബോഡിക്കുണ്ട്. ആരാണ് കൊല്ലപ്പെട്ടതെന്നുള്ള കാര്യം പോലീസിന് അറിയില്ല. ആ പെൺകുട്ടിയുടെ മുഖം ഏതാണ്ട് അഴുകി തുടങ്ങിയിരുന്നെങ്കിലും ആ മുഖത്തിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് ഒരു ചിത്രം വരച്ച പോലീസ് അത് നാട്ടുകാരെയൊക്കെ കാണിച്ചു. ആ നാട്ടിലുള്ള ആരും തന്നെ ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ഈ സമയത്താണ് ആ 3 അമ്മന്മാരും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കപ്പെടുന്നത്. അവരോട് ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരാരും ആ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളവരല്ല. അവരുടെ മൊബൈൽ ഫോൺ വാങ്ങി പരിശോധിച്ച പോലീസ് അസ്വാഭാവികമായി ഒന്നും കണ്ടതുമില്ല. ആ 3 പേർക്കും ലവേഴ്സ് ഉണ്ട്. ആ ലവേഴ്സുമായിട്ട് അവർ മണിക്കൂറുകൾ സംസാരിക്കാറുണ്ട്. ആ പെൺകുട്ടികളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ആ 3 ചെറുപ്പക്കാർക്കും ആ വിഷയവുമായി ബന്ധമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ പോലീസ് അവരുടെ അന്വേഷണം കൂടുതൽ ദൂരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോലീസ് ആ കുട്ടിയുടെ ചിത്രം കാണിച്ച് അവിടെയൊക്കെ വിശദമായ ഒരു തെരച്ചിൽ നടത്തി. ശരിക്കും ഒരുപാട് ആളുകളോട് പോലീസ് ആ കുട്ടിയുടെ ചിത്രം കാണിച്ച് സംസാരിച്ചെങ്കിലും അവർക്ക് ആർക്കും തന്നെ ആ കുട്ടിയെ അറിയത്തില്ല. പോലീസ് ഈ സമയത്താണ് പത്രങ്ങളുടെ സഹായം തേടുന്നത്. മീററ്റിന് സമീപത്തെ ലാഖ്യ വില്ലേജിൽ തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ കണ്ടപ്പെട്ട ആ ബോഡി പാർട്ടുകളുടെ ഉടമ ഇതായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഏകദേശ മുഖം വരച്ചുണ്ടാക്കി അതുപയോഗിച്ചാണ് പോലീസ് ഒരു പരസ്യം കൊടുത്തത്. ആ പരസ്യം കൊടുക്കുമ്പോൾ പോലീസിന് ശരിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പരസ്യം കണ്ടിട്ട് ആരെങ്കിലും പോലീസിനെ കോണ്ടാക്ട് ചെയ്യുമെന്ന്. വളരെ താല്പര്യപൂർവ്വം ആ പരസ്യത്തിന്റെ റിപ്ലൈക്ക് വേണ്ടി കാത്തിരുന്ന പോലീസിനെ ശരിക്കും നിരാശപ്പെടുത്തിക്കൊണ്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഒരു കോളും അവർ തേടി വന്നില്ല. ആഴ്ചകൾ മാസങ്ങളായി. എന്നിട്ടും ഒരു വിവരവും പോലീസിന് കിട്ടിയില്ല. ഒരാളും തിരക്കി വരാതെ വന്നപ്പോൾ പോലീസിന് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്. ഒരാൾക്കും അറിഞ്ഞുകൂടാത്ത ഒരാളെ ഈ മീററ്റിലെ ആ വില്ലേജിൽ ആരാ കൊണ്ടുവന്ന് കൊന്നിട്ടത്? ആ വില്ലേജിൽ ആര് തന്നെ പെൺകുട്ടിയെ കണ്ടിട്ടില്ല. ആ പെൺകുട്ടിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതായതും പോലീസ് ആ പെൺകുട്ടിയുടെ DNA സാമ്പിളൊക്കെ ശേഖരിച്ച് സ്റ്റോർ ചെയ്തിട്ട് ആ ബോഡി മറവ് ചെയ്തു. UP ഒരു വലിയ സ്റ്റേറ്റാണ്. മീററ്റ് എന്ന് പറഞ്ഞ ജില്ലയേക്കാൾ വലിപ്പമുള്ള ഒത്തിരി ജില്ലകളുണ്ട്. അതിവിശാലമായ UPയിലെ ഏതെങ്കിലും ജില്ലയിൽ ഏതെങ്കിലും ഗ്രാമത്തിലുള്ള പെൺകുട്ടിയാകുമോ ഇനി കൊല്ലപ്പെട്ടത്? ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ UP മുഴുവൻ പരസ്യം ചെയ്തത്. UPയിലെ പരസ്യത്തിന് ഫലമുണ്ടായില്ല. അങ്ങനെയാണ് പോലീസ് സമീപത്തെ സ്റ്റേറ്റുകളിൽ കൂടി പരസ്യം വ്യാപിപ്പിക്കുന്നത്. ഉത്തരാഖണ്ഡിലേക്കും ഹിമാചൽ പ്രദേശിലേക്കും ഹരിയാനയിലേക്കും പഞ്ചാബിലേക്കും ദില്ലിയിലേക്കും മധ്യപ്രദേശിലേക്കൊക്കെ പരസ്യം അങ്ങനെയാണ് എത്തുന്നത്. UPക്ക് ചുറ്റുമുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ആ പരസ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ പഞ്ചാബിലെ ലൂധിയാന ജില്ലയിലെ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് ആ SP സാഹിനിയെ തേടിയെത്തി. അവരുടെ പോലീസ് സ്റ്റേഷനിൽ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു മിസ്സിംഗ് കേസ് ഈ പറയുന്ന പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടേതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കേട്ടതും SP സാഹിനി ടീമും നേരെ ലുധിയാനയിലെത്തി. ലുധിയാനയിലെ ആ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ ആളുകൾ അവർക്ക് ലഭിച്ച പരാതി SP സാഹിനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ലുധിയാനയിലെ മോത്തി നഗർ പോലീസ് സ്റ്റേഷനിലാണ് ആ പരാതി വന്നിരിക്കുന്നത്. ആ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്ന പരാതി ഏക്ത ദേശ്വാൽ എന്ന പെൺകുട്ടിയുടെ മിസ്സിംഗ് ആണ്. ഏക്ത ദേശ്വാൽ മിസ്സാകുമ്പോൾ ഉള്ള അവളുടെ പ്രായവും ഈ മീററ്റിലെ ആ വയലിൽ നിന്ന് കിട്ടിയ പെൺകുട്ടിയുടെ പ്രായവും ഏതാണ്ട് ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ലുധിയാനയിലെ മോത്തിനഗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മീററ്റിലെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കോണ്ടാക്ട് ചെയ്തത്. കോണ്ടാക്ട് ചെയ്യാൻ വേറെ ഒരു കാരണമുണ്ട്. അത് ആ ടാറ്റു ആണ്. ഈ മിസ്സായ പെൺകുട്ടിയുടെ വലത് കൈയിൽ അമൻ എന്ന് ടാറ്റു കൊത്തിയിട്ടുള്ളതായി ആ പരാതി കൊടുത്ത അവളുടെ വീട്ടുകാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മീററ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കയ്യിലും അമൻ എന്ന് ടാറ്റു കൊത്തിയിട്ടുണ്ട്. ആ സാമ്യമാണ് യഥാർത്ഥത്തിൽ ലുധിയാന പോലീസിനെ അലർട്ടാക്കിയത്. ലുധിയാനയിലെ ആ മോത്തി നഗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും SP സാഹിനിക്കും ടീമിനും ഒരു കാര്യം ഉറപ്പായി. അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ഈ ഏക്ത ദേശ്വാൽ തന്നെയാണ്.
പക്ഷെ അത് ഉറപ്പിക്കണമെങ്കിൽ ഇനിയും ഒരുപാട് കടമ്പകളുണ്ട്. എക്ത ദേശ്വാലിനെ കാണാനില്ല എന്ന പരാതി കൊടുത്തിരിക്കുന്നത് എക്തയുടെ അമ്മയാണ്. അവരുടെ അഡ്രസ്സ് ആ പരാതിയിലുണ്ട്. സാഹ്നി സംഘവും എക്തയുടെ വീട്ടിലെത്തി. എക്ത ദേശ്വാലിന്റെ വീട്ടിലെത്തുമ്പോഴാണ് പോലീസിന് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം അറിയാൻ പറ്റുന്നത്. ശരിക്കും എക്ത ദേശ്വാൽ മിസ്സായതല്ല, അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനൊപ്പം ഇറങ്ങിപ്പോയ സമയത്ത് വീട്ടിൽ ബിസിനസ് ആവശ്യത്തിന് സ്വരൂപിച്ചു വെച്ചിരുന്ന 15 ലക്ഷം രൂപയും അവളുടെ തന്നെ 25 പവൻ ആഭരണം കൂടി അവൾ കയ്യിലെടുത്തിരുന്നു. അത് രണ്ടുമായി അവൾ സ്നേഹിച്ച ചെറുപ്പക്കാരന്റെ അടുത്തേക്കാണ് അവൾ പോയത്. ആ ചെറുപ്പക്കാരൻ ആരാണെന്നും എക്തയുടെ വീട്ടുകാർക്കറിയാം. അവന്റെ പേര് അമൻ എന്നാണ്. അങ്ങനെ ആ വീട്ടുകാർ പറഞ്ഞതും പോലീസ് അവരോട് ചോദിച്ചു, അമനൊപ്പം ആ പെൺകുട്ടി പോയെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഈ മിസ്സിംഗ് കേസ് കൊടുത്തത്? സർ, അമൻ ആരെന്നോ എന്തെന്നോ ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞങ്ങളൊരു പരാതി അന്ന് സ്റ്റേഷനിൽ കൊടുത്തിട്ടത്. പിന്നെ ഞങ്ങൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്യാത്തത് അവൾക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം അവൾ ഇറങ്ങിപ്പോയതല്ലേ എന്ന് കരുതിയതുകൊണ്ടാണ്. അങ്ങനെ എക്തയുടെ അമ്മ പറഞ്ഞതും SP സാഹ്നി അവരോട് ചോദിച്ചു, അല്ല ഈ അവൻ എവിടെയാ താമസിക്കുന്നത്? സർ, അത് ഞങ്ങൾക്ക് അറിയില്ല. അവൻ ഇവിടെ അടുത്തൊരു കടയിൽ റിസപ്ഷനിൽ വർക്ക് ചെയ്തിരുന്ന കാര്യം ഞങ്ങൾക്കറിയാം. ഏതാ കട? അങ്ങനെ സാഹ്നി ചോദിച്ചതും ആ വീട്ടുകാർ അവൻ വർക്ക് ചെയ്യുന്ന കടയുടെ ഒരു വിവരണം SP സാഹ്നിക്കും ടീമിനും കൊടുത്തു. SP സാഹ്നിയും ടീമും ആ സ്ഥാപനത്തിലെത്തി. അതൊരു ഹോട്ടലാണ്. ഹോട്ടലിലെ റിസപ്ഷൻ ചുമതലയിലാണ് അവൻ ഉണ്ടായിരുന്നതെന്ന് എക്തയുടെ വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയ അവർ റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്ന അവനെക്കുറിച്ച് തിരക്കിയപ്പോൾ കൗണ്ടറിൽ ഉണ്ടായിരുന്ന ആള് പോലീസിനോട് പറഞ്ഞു, സർ, അവൻ കുറച്ചു നാൾ മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, അവൻ ഇവിടുന്ന് പോയിട്ട് കുറെ നാളായി. അങ്ങനെ ആ ഹോട്ടലുകാർ പറഞ്ഞതും പോലീസ് അവൻ എവിടെയാണ് പോയെന്നുള്ള കാര്യം തിരക്കി. അതിനെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നുമില്ല. സർ, അവൻ ഇവിടെ വന്നത് ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായതുകൊണ്ടാണ്. പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു? അതെ സാർ. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ജോലി അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലി അവനുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവൻ ഈ ഹോട്ടലിൽ ജോലി തേടിയത്. അവൻ നേരത്തെ എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? സാർ, അത് ഇവിടുന്ന് കുറച്ചു മാറി ഒരു പൂക്കട പോലെ ഒരു സ്ഥാപനമുണ്ട്. ശരിക്കും അതൊരു മാന്ത്രിക വിദ്യകളിലും സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ്. രക്ഷയൊക്കെ ആളുകൾക്ക് കെട്ടിക്കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെയായിരുന്നു അവൻ വർക്ക് ചെയ്തിരുന്നത്. ആട്ടെ, നിങ്ങളുടെ കയ്യിൽ അവൻ്റെ ഫോട്ടോ ഉണ്ടോ? ഉണ്ട് സാർ. അങ്ങനെ പറഞ്ഞ ആ ഹോട്ടൽ ഉടമ അവൻ്റെ ഫോട്ടോ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. ഫോട്ടോ മാത്രമല്ല, അവൻ്റെ ടെലിഫോൺ നമ്പറും ഹാൻഡ് ഓവർ ചെയ്തു. പോലീസ് നേരത്തെ ആ ഹോട്ടലുകാർ പറഞ്ഞ ആ മാന്ത്രിക സാധനങ്ങൾ വിൽക്കുന്ന കടയിലെത്തി. അവിടെ എത്തിയപ്പോൾ അവർക്ക് അവനെ അറിയാം. അവൻ അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ പല ആളുകളും വരുന്നത് ഏതെങ്കിലുമൊക്കെ രക്ഷ വാങ്ങിച്ച് കെട്ടാൻ വേണ്ടിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രണയ നൈരാശ്യം, ബിസിനസിന്റെ തകർച്ച, ബിസിനസിന്റെ വളർച്ച എന്ന് വേണ്ട 100,000 കാര്യങ്ങൾ ആളുകൾക്ക് ജീവിതത്തിൽ സംഭവിക്കും. തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തടസ്സങ്ങൾ അതിജീവിക്കാൻ അവിടെ നിന്ന് വാങ്ങിക്കിട്ടുന്ന രക്ഷ സഹായിക്കുമെന്നുള്ള പരസ്യം അവർ കൂടെ ചെയ്യാറുണ്ട്. ആ പരസ്യം കണ്ടിട്ട് പലരും അവിടെ വരാറുണ്ട്. പോലീസിന് ആ വിവരം ശരിക്കും ഒരു അതിശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. പോലീസ് പലപ്പോഴും പല കേസുകളിലും ഇടിച്ചു നിൽക്കാറുണ്ട്. ഇടിച്ചു നിൽക്കുന്ന സമയത്ത് ഈ കടയിൽ വന്ന് ഒരു രക്ഷ വാങ്ങിച്ച് കെട്ടിയാൽ പോലീസിന് കേസ് എളുപ്പം തെളിയിക്കാൻ പറ്റും. അങ്ങനെയാണ് സാഹ്നിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത്. എന്തായാലും സാഹ്നി അവരോട് ചോദിച്ചു, ഈ അമൻ എന്തുകൊണ്ടാ ഇവിടുന്ന് ആ ഹോട്ടലിലേക്ക് പോയത്? സർ, അവന് ഇവിടെ വരുന്ന ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അവൻ്റെ ഇവിടുത്തെ ജോലി അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് അവൻ ഹോട്ടലിലോട്ട് പോയത്. അത് കേട്ടതും പോലീസ് ആ കടക്കാരോട് ചോദിച്ചു, അവനെ നിങ്ങൾക്ക് എത്ര നാളായിട്ട് അറിയാം? കഴിഞ്ഞ വർഷം കൊണ്ടാണ് അവൻ ഇവിടെ ഒരു ജോലി അന്വേഷിച്ച് വന്നിരുന്നു. ജോലി അന്വേഷിച്ച് അങ്ങനെ പലരും വരാറുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു പയ്യനാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ജോലി കൊടുത്തത്. അവൻ്റെ നാട് എവിടെയാണ്? സർ, അതൊന്നും അറിയില്ല. നാടും വീടും ഏതെന്നറിയാത്ത ഒരാൾക്ക് ആ കടയിൽ ജോലി കൊടുത്തിരിക്കുകയാണ്. ആ കടയിലെ ജോലിയുടെ ബേസിൽ അവൻ രണ്ടാമത് ഒരു ഹോട്ടലിൽ ജോലി വാങ്ങിച്ചു. ഇത്രയും കഥയാണ് പോലീസിന് കിട്ടിയത്. പോലീസിന് അഡീഷണലായി കിട്ടിയിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ആ ഫോട്ടോയും പിന്നെ അവൻ്റെ ടെലിഫോൺ നമ്പറും. സാഹ്നി സംഘവും തിരിച്ച് മീററ്റിൽ മടങ്ങിയെത്തുമ്പോൾ അവരുടെ കയ്യിൽ എക്തയുടെ ടെലിഫോൺ നമ്പറും ഉണ്ട്, അതുപോലെ അമന്റെ ടെലിഫോൺ നമ്പറും ഉണ്ട്. അതിനു പുറമെ എക്തയുടെയും അമന്റെയും ഫോട്ടോകളും ഉണ്ട്. ആ ടെലിഫോൺ നമ്പറുകൾ SP സാഹ്നി സൈബർ സെല്ലിന് ഹാൻഡ് ഓവർ ചെയ്തു. ആ 2 ടെലിഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ കളക്ട് ചെയ്യാനായി സൈബർ സെല്ലിന് കിട്ടിയ നിർദ്ദേശം അവരെ കൃത്യമായി പാലിച്ചു. അവര് തികച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ സാഹ്നിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. എക്തയുടെ ഫോണ് സ്വിച്ച് ഓഫ് മോഡിലാണ്. അതുപോലെ തന്നെ
അമന്റെ ഫോണും സ്വിച്ച് ഓഫ് മോഡിലാണ്. ആ 2 ഫോണും സ്വിച്ച് ഓഫ് ആയത് മീററ്റിലെ ആ ബോഡി കിട്ടിയ ആ വില്ലേജിൽ വെച്ചാണ്. അതും 2019 ജൂൺ മാസത്തിലാണ്. ശരിക്കും അതൊരു നിർണായകമായ തെളിവാണ്. ഈ സമയത്തും ആ ബോഡി യജ്ഞയുടെ ആണോ എന്നുള്ള കാര്യം പോലീസ് ഉറപ്പാക്കിയിട്ടില്ല. പോലീസ് യജ്ഞയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് അവളുടെ അമ്മയുടെ മുടി ശേഖരിച്ചിരുന്നു. അതിന്റെ DNA പരിശോധന നടക്കുകയാണ്. പോലീസ് അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ റിസൾട്ട് വന്നു. യജ്ഞയുടെ അമ്മയുടെ DNAയും പോലീസിന്റെ കൈവശമുള്ള യജ്ഞയുടെ DNA തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം വ്യക്തമാണ്. യജ്ഞയുടെ ബോഡി തന്നെയാണ് ആ മീററ്റിലെ ആ കരിമ്പിൻ തോട്ടത്തിൽ നിന്ന് പോലീസിന് കിട്ടിയത്. ആ കരിമ്പിൻ തോട്ടത്തിന് സമീപത്തുള്ള ആ വില്ലേജിൽ വെച്ചാണ് യജ്ഞയുടെയും അമന്റെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത്. അമന് യജ്ഞയുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് ആ നിമിഷത്തിൽ തന്നെ പോലീസിന് ഒരു ധാരണയായി. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് ആദ്യം സൈബർ സെല്ല് റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് സൈബർ സെൽ SP സാഹിനിക്ക് ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്തു. അവന്റെ ഫോണിലെ സിം മാറ്റിയിട്ട് മറ്റൊരു സിം ഇട്ടിട്ടുണ്ട്. ആ സിം ഇടയ്ക്കിടയ്ക്ക് ഓണാക്കും. ആ മൊബൈലിന്റെ ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിഫിക്കേഷൻ നമ്പർ സൈബർ സെല്ല് കണ്ടെത്തിയത് കൊണ്ട് തന്നെ അതിനകത്ത് ഏത് സിം ഇട്ടാലും അവർക്ക് ആ ഫോൺ തിരിച്ചറിയാൻ പറ്റും. ആ ഫോണ് ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അവൻ ആ ഗ്രാമത്തിലേക്ക് എന്തിന് വീണ്ടും വീണ്ടും മടങ്ങി വരുന്നു? ആ വിവരം കേട്ടപ്പോൾ SP സാഹിനി സംഘവും അതാണ് ആലോചിച്ചത്. അവൻ വീണ്ടും വീണ്ടും ആ ഗ്രാമത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മടങ്ങി വരാറുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവന് ആ ഗ്രാമവുമായി ബന്ധമുണ്ടെന്നാണ്. അവരുടെ കൈവശമുള്ള ആ ഫോട്ടോ ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുന്നത് അപ്പോഴാണ്. അവൻ ആ ഗ്രാമത്തിൽ ആളുകൾക്ക് പരിചയമുള്ള വ്യക്തിയാകണം. നേരത്തെ അമൻ എന്ന വ്യക്തിയെക്കുറിച്ച് അവരെ തിരക്കിയപ്പോൾ അവർക്ക് 3 അമന്മാരുടെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ആ 3 പേർക്കും ആ ഫോട്ടോ കാണുന്ന അവനുമായി ഒരു സാദൃശ്യമില്ല. പോലീസ് ആ ഫോട്ടോയുമായിട്ട് ആ ഗ്രാമത്തിലെത്തി ആ ഗ്രാമത്തിലെ ഓരോ കടകളും വീടുകളും കയറി ഇറങ്ങി ആ ഫോട്ടോ കാണിച്ച് ആ ആളെ അറിയാമെന്ന് ചോദിക്കുകയാണ്. ഒരാൾക്കും ആ ആളെ അറിയില്ല. ആർക്കും അറിയാത്ത ഒരുത്തൻ കൂടെ ആ ഗ്രാമത്തിലേക്ക് വരുന്നത് എന്തിനാണ്? സ്വാഭാവികമായിട്ട് പോലീസിന് സംശയം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ SP സാഖിനി അവിടെ അന്വേഷിക്കുന്ന ടീമിന് വ്യക്തമായ നിർദ്ദേശം കൊടുക്കുകയാണ്. സകല വീടുകളും അരിച്ചു പറക്കുക, സകല കടകളും അരിച്ചു പറക്കുക. ആർക്കെങ്കിലും ആ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ അറിയാമായിരിക്കും. ആ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ അറിയാവുന്ന ആളെ തേടിയാണ് അവൻ ഉറപ്പായും ആ ഗ്രാമത്തിലേക്ക് വരുന്നത്. അക്കാര്യത്തിൽ സാഖിനിക്ക് ഒരു സംശയവുമില്ല. സാഖിനിയുടെ ആ സംശയം ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം പിറ്റേ ദിവസം ഏകദേശം ഒരു രാവിലെ 11 മണിയോടുകൂടി ഉണ്ടായി. ഒരു ടെലിഫോൺ വിൽക്കുന്ന കടയിൽ പോലീസ് ആ ഫോട്ടോയുമായി എത്തിയപ്പോഴാണ് അത് സംഭവിച്ചത്. ആ ഫോട്ടോ കണ്ടതും ആ മൊബൈൽ ഫോണുകൾ വിൽക്കുന്ന കടക്കാരൻ ആ ഫോട്ടോയിലെ വ്യക്തി തിരിച്ചറിഞ്ഞു. സർ, ഇവന്റെ പേര് അമനെന്നൊന്നും അല്ല. ഈ അമനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ കടക്കാരൻ ആദ്യം പറഞ്ഞ വാചകമാണത്. അമനല്ലേ, പിന്നെ ഇത് ആരാ? സർ, ഇത് ഷാക്കിബാണ്. ഇവന്റെ ഫുൾ ടൈം ഞാൻ ഇപ്പൊ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് അവന്റെ സ്ഥാപനത്തിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ചില ഫയലുകൾ മറിച്ചു. അതിനകത്തുനിന്ന് അവനൊരു ID കാർഡിന്റെ കോപ്പി എടുത്തു. ഒരു ആധാർ കാർഡിന്റെ കോപ്പിയാണ്. ആ ആധാർ കാർഡിന്റെ കോപ്പി അവൻ പോലീസിനെ കാണിച്ചു. ആ ആധാർ കാർഡിൽ കാണുന്ന വ്യക്തിയും ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയും ഒന്ന് തന്നെയാണ്. ആധാർ കാർഡിൽ അവന്റെ പേരും അവന്റെ അഡ്രസ്സും ഉണ്ട്. ഷാക്കിബ് അഹമ്മദ് എന്നാണ് അവന്റെ ഫുൾ നെയിം. സർ, അവൻ എന്റെ കയ്യിൽ നിന്ന് ഒരു പുതിയ സിം വാങ്ങിച്ചിരുന്നു. അപ്പോഴാണ് ഞാനിത് കളക്ട് ചെയ്തത്. ആധാർ കാർഡിലെ ആ അഡ്രസ്സ് പോലീസിന് സ്വാഭാവികമായും ഒരു പിടിവള്ളിയായി മാറുകയാണ്. പോലീസ് ആ അഡ്രസ്സ് തിരക്കി. ഷാക്കിബ് അഹമ്മദിന്റെ വീട്ടിലെത്തിയ പോലീസ് അവരോട് ഷാക്കിബിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഷാക്കിബിനെ അറിയാം. ആ വീട്ടിലെ പയ്യനാണ് ഷാക്കിബ്. അവൻ എവിടെ പോയി ചോദിച്ചപ്പോൾ, സാർ, അവനെ കാണാനില്ല. അവൻ കുറെ നാൾ മുമ്പ് ജോലി അന്വേഷിച്ച് ദൂരേക്ക് പോയതാണ്. സാധാരണ അവരങ്ങനെ പോവാറുണ്ട്. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് മടങ്ങി വരും. അവന്റെ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഞങ്ങള് അധികം തിരക്കാറില്ല. അവൻ 10ാം ക്ലാസ് പഠനം പൂർത്തീകരിച്ച ഉടൻ തന്നെ ഇതുപോലെ ജോലിക്ക് പോയി തുടങ്ങിയതാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവൻ ദില്ലിയിലും സമീപത്തൊക്കെയാണ് ജോലി ചെയ്യുന്നത്. നിങ്ങളെ വിളിക്കാറില്ലേ? പോലീസ് എടുത്തു ചോദിച്ചു. ഇല്ല സാർ, അവന് മൊബൈൽ നമ്പർ ഉള്ളതായി പോലും എനിക്ക് അറിയത്തില്ല. പോലീസിനോട് സംസാരിച്ച സ്ത്രീ അങ്ങനെ പറഞ്ഞതും പോലീസ് അവരോട് ചോദിച്ചു, അവൻ ഇവിടെ വരാറുണ്ടോ? സാർ, അവൻ വരാറുണ്ട്. 6 മാസത്തിലൊരിക്കലാണ് വരുന്നത്. ഇപ്പൊ വന്നിട്ട് കുറെ നാളുകളായി. ആ സ്ത്രീകൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടേക്ക് വന്ന ഒരു പുരുഷനോടും പോലീസ് അതേ ചോദ്യം ചോദിച്ചു. അയാളുടെ മറുപടിയും അത് തന്നെയാണ്. ഷാക്കിബ് ആ വീട്ടിലെ മകനാണ്.
അവൻ വല്ലപ്പോഴും ഒരിക്കലാണ് ആ വീട്ടിലേക്ക് വരുന്നത്. ആ വീട്ടുകാരുടെ സംഭാഷണത്തിൽ ചില പൊരുത്തക്കേടുകൾ ആ വിവരങ്ങൾ തിരക്കുന്ന ആ പോലീസുകാരന് തോന്നുകയും ചെയ്തു. അവൻ അത് അങ്ങനെ തന്നെ കേസ് അന്വേഷിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹം അത് SV സാഹിനിക്ക് റിപ്പോർട്ട് ചെയ്തു. ആ വീട്ടുകാർക്ക് അറിയാവുന്ന വ്യക്തിയാണ്, പക്ഷെ അവൻ ആ വീട്ടിലേക്ക് വരാറില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ പോലീസിന്റെ കൈവശമുള്ള സൈബർ സെൽ റെക്കോർഡുകൾ പറയുന്നത് അവൻ ജൂൺ മാസത്തിൽ അവിടെ വന്നിരുന്നു എന്നാണ്. അതിനുശേഷവും അവനവിടെ വന്നിട്ടുണ്ട്. അവൻ ആ ഗ്രാമത്തിലെത്തിയ സമയത്ത് വീണ്ടും അവൻ്റെ ആ പഴയ ഫോണിൽ പുതിയ സിമ്മിട്ട് ഫോൺ കോൾ വിളിച്ചിട്ടുണ്ട്. അവൻ ഫോൺ വിളിച്ചിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് പോലീസ് ഈ സമയത്താണ് കളക്ട് ചെയ്യുന്നത്. നേരത്തെ ആ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായി ആ വീട്ടിലുള്ള ആളുകളെ അവൻ ഫോൺ വിളിച്ചിരിക്കുന്ന റെക്കോർഡ് പോലീസിന് കിട്ടി. പോലീസിനോട് അവര് കള്ളം പറഞ്ഞതാണ്. അക്കാര്യം പോലീസിന് ഉറപ്പായി. അവര് പറഞ്ഞ കള്ളം തങ്ങൾ വിശ്വസിച്ചു എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് പിന്നീട് ആ ഭാഗത്തേക്ക് പോയതേയില്ല. പക്ഷേ രഹസ്യമായി പോലീസിന്റെ ആളുകൾ സിവിൽ ഡ്രസ്സിൽ സമീപത്തുള്ള കരിമ്പൻകാട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട്, എന്നെങ്കിലും അവൻ ആ വീട്ടിലേക്ക് എത്തുമെന്ന്. പോലീസ് ഷാക്കിപ്പ് വിളിച്ച എല്ലാ ടെലിഫോൺ നമ്പറുകളും നോട്ട് ചെയ്തിരിക്കുകയാണ്. സൈബർ സെല്ല് ആ ടെലിഫോൺ നമ്പറുകൾ അങ്ങനെ നോട്ട് ചെയ്തിരിക്കുമ്പോൾ ആ നോട്ട് ചെയ്യപ്പെട്ട ടെലിഫോൺ നമ്പറുകളിൽ നിന്ന് ഷാക്കിപ്പിന്റെ ഫോണിലേക്ക് കോൾ പോകുന്നത് അവിടെ ശ്രദ്ധയപ്പെട്ടു. സ്വാഭാവികമായിട്ടും അതൊരു വൈറ്റൽ ഇൻഫർമേഷനാണ്. ആ വൈറ്റൽ ഇൻഫർമേഷൻ കരിമ്പൻകാട്ടിനകത്ത് ഒളിച്ചിരിക്കുന്ന പോലീസ് സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. അവർ പ്രതീക്ഷിക്കുന്ന ആള് ആ വീട്ടിലേക്ക് വരാൻ പോവുകയാണെന്നുള്ള ഇൻഫർമേഷനാണ് സൈബർ സെല്ല് അവർക്ക് കൊടുത്തത്. അവരങ്ങനെ കാത്തിരിക്കുമ്പോൾ രാത്രി ഏകദേശം 2 മണിയോടടുപ്പിച്ച് ഒരാള് ആ കരിമ്പൻകാടിന്റെ അകത്തുകൂടി നടന്നു പോകുന്ന അവർ കണ്ടു. അവര് അനങ്ങാതെ നിശബ്ദരായി ആ കാട്ടിനകത്ത് തന്നെ ഇരുന്നു. ആ പോലീസുകാർക്ക് സമീപത്തുകൂടിയാണ് ആ ചെറുപ്പക്കാരൻ ആ രാത്രിയിൽ നടന്ന് അവന്റെ വീടിന്റെ ഭാഗത്തേക്ക് പോയത്. അവൻ ആ വീടിന്റെ വാതിൽ എത്തിയതും അവനെ ഫോളോ ചെയ്ത പോലീസ് അവനങ്ങ് വളഞ്ഞു. അവൻ ആ വീട്ടിൽ ബെല്ലടിക്കുന്നത് വരെ പോലീസ് വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അവൻ ബെല്ലടിച്ചതും സ്വാഭാവികമായിട്ടും അകത്ത് ലൈറ്റ് ഇടപെട്ടു, ആ വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ അകത്തുനിന്ന് തുറന്നതും പുറത്ത് ഷാക്കിബിനെ പോലീസ് വളഞ്ഞതും ഒരേ നിമിഷത്തിലാണ്. ഷാക്കിബിനെ വളഞ്ഞു നിൽക്കുന്ന പോലീസിനെ കണ്ട അകത്തുള്ള ആളുകൾ ശരിക്കും ഞെട്ടി. പോലീസ് ആ എൻ്റെ ടീമിനെയും അവിടെ നിന്ന് അവരുടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ആ വീടിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയുമായി പോലീസ് സംഘം സ്റ്റേഷനിലെത്തുമ്പോൾ SV സാഹിനി ടീമും അവിടെയുണ്ട്. തുടർന്ന് വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടന്നു. ആദ്യമൊന്നും കാര്യങ്ങൾ വിട്ടുപറയാൻ ആ വീട്ടുകാരൊന്നും തയ്യാറായില്ല. പക്ഷേ പോലീസിനോട് അവർ പറഞ്ഞ കളവുകളൊക്കെ പോലീസ് അവരുടെ മുന്നിൽ വിശദമാക്കിയപ്പോൾ പതുക്കെ അവിടെ പിടി അയഞ്ഞുറങ്ങി. ഷാക്കിബ് അവന്റെ കഥ പോലീസിനോട് പറഞ്ഞു. അവന് ജോലി അന്വേഷിച്ച് ലുധിയാനയിൽ എത്തുമ്പോഴാണ് അവിടെ ആ മാന്ത്രിക കട അവന്റെ ശ്രദ്ധയപ്പെടുന്നത്. ഇഷ്ടംപോലെ ആളുകൾ വരികയും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന ആ കടയിൽ ഒരു ജോലി കിട്ടാനുള്ള സർവ്വസാധ്യതയുണ്ടെന്ന് അവൻ മനസ്സിലായി. പക്ഷേ അവിടെ ജോലി കിട്ടണമെങ്കിൽ ഒരു കാര്യം മസ്റ്റാണ്, ഒരു ഹിന്ദുവിന് മാത്രമേ അവിടെ ജോലി കിട്ടൂ. ഷാക്കിബ് ഒരു മുസ്ലിമാണ്. അവൻ ആ കടയിൽ ചെന്നിട്ട് അതുകൊണ്ട് അവന്റെ പേര് അമൻ എന്ന് പറഞ്ഞത്. അവനൊരു ഹിന്ദുവാണോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും മറുഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഹിന്ദുക്കൾ അല്ലാത്ത ആരും അവിടെ അത്തരം ഒരു ജോലിക്ക് ചെല്ലാൻ സാധ്യതയില്ല. അവന് അനവധി ഹിന്ദു സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് ഹിന്ദുക്കളുടെ രീതികളൊക്കെ ഒരു പരുവത്തിൽ ഈ ഷാക്കിബിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ സംഭാഷണത്തിൽ അവൻ അത് വ്യക്തമായി കൊണ്ടുവരാനും പറ്റി. അവനെ അവിടെ ജോലിക്കെടുത്തപ്പോൾ അവൻ ആത്മാർത്ഥമായി തന്നെ ജോലി തുടങ്ങി. രക്ഷ ആളുകൾക്ക് വിൽക്കുന്ന ജോലിയാണ് അവനുള്ളത്. ശരിക്കും നന്നായി സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെ അത്യാവശ്യം കാണാനും കൊള്ളാം. ആ ചെറുപ്പക്കാരൻ അവിടെ പതുക്കെ ആ കടയിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. ആ കടയുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് രസകരമായ ഒരു രീതിയാണ്. അവര് പത്രങ്ങളിൽ കൂടെ ക്ലാസിഫൈഡ് കോളത്തിൽ പരസ്യം ചെയ്തുകൊണ്ടേയിരിക്കും. ആ പരസ്യം ആവശ്യക്കാരെന്തായാലും കാണും. കടം കൊണ്ട് മുടിഞ്ഞു നിൽക്കുന്ന ആളുകൾ, പ്രണയ നൈരാശ്യത്തിൽ നിൽക്കുന്ന ആളുകൾ, പരീക്ഷകൾ എഴുതിയിട്ട് ജോലി കിട്ടാതെ നിൽക്കുന്ന ആളുകൾ, അങ്ങനെ പലരും ഉണ്ടല്ലോ സമൂഹത്തിൽ. അവരൊക്കെ എങ്ങനെയെങ്കിലും അവരുടെ ആ തടസ്സത്തെ അതിജീവിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് സകല തടസ്സങ്ങളെയും അതിജീവിക്കാൻ സഹായിക്കുന്ന രക്ഷയെക്കുറിച്ച് അവര് വായിക്കുന്നത്. ആളുകൾ ആ അഡ്രസ്സ് തേടി അവിടെ എത്തും. അതുകൊണ്ട് തന്നെ ആ കടയിൽ നല്ല വിൽപ്പനയാണ്. പല ആവശ്യങ്ങൾക്കും അവിടെ രക്ഷ ജപിച്ച് കെട്ടിക്കൊടുക്കും. ആളുകളുടെ പ്രയാസങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തി വയ്ക്കും. അടുത്ത ആഴ്ച അവർ പറയുന്ന ദിവസത്തിൽ അവിടെ എത്തുമ്പോൾ ആ രക്ഷ റെഡി ആയിരിക്കും. നമ്മുടെ ഇവിടുത്തെ മലയാളി മാന്ത്രികരൊക്കെ ചെയ്യുന്ന അതേ ശൈലിയിലുള്ള ഒരു ബിസിനസ്.
പക്ഷെ വളരെ വിപുലമായിട്ട് പരസ്യം ചെയ്തൊക്കെ ചെയ്യുന്നത് മാത്രം. അങ്ങനെ ആ ബിസിനസിന്റെ ഭാഗമായി ഷാക്കിബ് നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അവിടെ ഒരു ആവശ്യമായി വരുന്നത്. അവൾ അവിടെ എത്തിയത് നേരത്തെ പറഞ്ഞ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. അവളുടെ പ്രശ്നം ഒരു അലർജിയാണ്. ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ അവൾക്ക് അവളുടെ ബോഡിയിൽ ഒരു ചൊറിച്ചിൽ വരും. അനവധി ഡോക്ടേഴ്സിനെ അതിനുവേണ്ടി അവൾ കണ്ടിരുന്നു. ഡോക്ടർമാർ പലതരത്തിലുമുള്ള ട്രീറ്റ്മെന്റുകൾക്ക് അവളെ വിധേയമാക്കുകയും മരുന്നുകൾ കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷെ എന്നിട്ടും അവളുടെ ആ അലർജി മാറിയില്ല. അപ്പോഴാണ് അവളെ ഈ പത്രത്തിൽ എന്തിനും പരിഹാരം എന്നുള്ള ആ പരസ്യം കാണുന്നത്. ആ പരസ്യം കണ്ടാണ് അവൾ ആ കടയിലെത്തിയത്. അവളുടെ പ്രശ്നം പറഞ്ഞതും അടുത്ത ആഴ്ച വരാനായി അവളോട് ആ കടക്കാരൻ പറയുകയും ചെയ്തു. അടുത്ത ആഴ്ച അവൾ വന്നതും അവര് ഒരു രക്ഷ അവൾക്ക് നൽകി. തുടർന്ന് സംഭവിച്ചത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ രക്ഷ അവളെ കെട്ടിയോടുകൂടി അവളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അലർജി പൂർണ്ണമായും അവസാനിച്ചു. അതൊരു മിറാക്കിളായിരുന്നു. ശരിക്കും ആ കടയിലേക്ക് ആളുകൾ വരുന്നത് ഇത്തരം മിറാക്കിളിന്റെ ഭാഗമായിട്ടാണ്. അനുഭവം ഉണ്ടാകുന്ന ആള് സ്വാഭാവികമായിട്ടും ആ അനുഭവം അവരുടെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും പങ്കുവയ്ക്കും. അത് കേൾക്കുന്ന ആളുകൾ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ കടയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒഴുകിയെത്തും. അങ്ങനെ നല്ല തിരക്കുള്ളൊരു കടയാണ്. ആ പെൺകുട്ടി പിന്നീട് പതിവായി പല ആവശ്യങ്ങൾക്കും ആ കടയിൽ വന്നു തുടങ്ങി. വരുമ്പോൾ അവളെ ഡീൽ ചെയ്യുന്നത് ഈ ഷാക്കിബ് എന്ന ചെറുപ്പക്കാരനാണ്. ഷാക്കിബ് അല്ല അവിടെ നിൽക്കുന്നത്. ആ നിമിഷത്തിൽ അവിടെ ഉള്ളത് അമനാണ്. അമൻ കാണാൻ നല്ല സുമുഖനാണ്, നല്ല പൊക്കമുണ്ട്. അവനും ആ പെൺകുട്ടി തമ്മിൽ പതുക്കെ പതുക്കെ അടുപ്പത്തിലായി. ആ പെൺകുട്ടിയാണ് ഏക്ത ദേശ്വാൽ. ഏക്ത ദേശ്വാലും അമനും തമ്മിലുള്ള ബന്ധം പതുക്കെ പതുക്കെ വളർന്നു തുടങ്ങിയപ്പോൾ അവളുടെ വീട്ടുകാര് സംഭവം അറിഞ്ഞു തുടങ്ങിയാണ്. പെൺകുട്ടികൾ ആണുങ്ങളുമായി പരിചയം ഉണ്ടാക്കുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. അതിനെ പല വീട്ടുകാരും പല ശൈലിയിൽ കൈകാര്യം ചെയ്യും. അതിന് ഒരു രീതി പെൺകുട്ടിക്ക് വേറെ വിവാഹം ആലോചിക്കുക എന്നുള്ളതാണ്. അത് തന്നെ ഏക്തയുടെ വീട്ടിൽ സംഭവിച്ചു. അവള് ഒരു അപ്പർ ലെവലിൽ ജീവിക്കുന്ന കുടുംബത്തിലെ സന്തതിയാണ്. അത്യാവശ്യം വരുമാനമൊക്കെ ഉള്ള ബിസിനസ് ഒക്കെ ഉള്ള ഒരു വീട്ടിലെ പെൺകുട്ടിയാണ് ഏക്ത ദേശ്വാൾ. ഏക്തയുടെ വീട്ടുകാർ അവൾക്ക് വേണ്ടി ആലോചിച്ചതും അതുപോലെ സമൂഹത്തിലെ ഒരു അപ്പർ ലെവലിലുള്ള ആളെയാണ്. അവൾ ആ വിവരം അവനോട് പറഞ്ഞു. അമൻ, എനിക്ക് വീട്ടിൽ കല്യാണ ആലോചന തുടങ്ങി. നിന്റെ ഈ ജോലിയിൽ നീ നിൽക്കുകയാണെങ്കിൽ നിനക്കൊരിക്കലും എന്നെ കല്യാണം കഴിച്ചു തരാൻ എൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. ഏയ് ഏക്ത, അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അമൻ, നീ കുറച്ചുകൂടി കൊള്ളാവുന്ന ഒരു ജോലി സമ്പാദിക്കുക. അങ്ങനെ ഏക്ത ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അമൻ ആ ടൗണിൽ തന്നെയുള്ള ഹോട്ടലിൽ ഒരു അവസരം വന്നപ്പോൾ അവിടെ റിസപ്ഷനിസ്റ്റായി കയറി പറ്റുന്നത്. അവൻ ശരിക്കും സുമുഖനാണ്. അവനെ റിസപ്ഷനിൽ നിർത്തിയാൽ അത് ഗുണപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഹോട്ടൽ ഉടമസ്ഥൻ ആ ജോലി അവസരം തേടി അവൻ അവിടെ വന്നപ്പോൾ അവനങ്ങ് നിയമിച്ചതാണ്. നന്നായി സംസാരിക്കാനുള്ള കപ്പാസിറ്റിയും ഈ പയ്യൻസിനുണ്ട്. അമൻ എന്ന ആ ചെറുപ്പക്കാരൻ അങ്ങനെ ആ ഹോട്ടലിലെ റിസപ്ഷനിൽ നിൽക്കുമ്പോൾ ഏക്തയുടെ വീട്ടിൽ കല്യാണാലോചന മുറുകി തുടങ്ങി. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായി മാറിയിരിക്കുന്ന അമനെ കല്യാണം കഴിക്കാൻ അവൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ വീട്ടുകാർ അവൾക്ക് വേണ്ടി ആലോചിക്കുന്ന കല്യാണാലോചനകൾ കുറെ കൂടി ഉയർന്ന ലെവലിലാണ്. അവര് ബിസിനസ്സുകാരാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഫാമിലിയിലേക്ക് അവളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് ഏക്തയുടെ വീട്ടുകാരുടെ താല്പര്യം. അതിനുവേണ്ടിയുള്ള ബന്ധങ്ങളൊക്കെ അവര് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഏക്ത അമന്റെ അടുത്തെത്തി. അവനോട് ഏക്ത കാര്യം പറഞ്ഞു. അവൻ, എന്റെ വിവാഹം ഉടൻ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വീട്ടുകാർ. നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഏയ് ഏക്ത, ഞാൻ എന്ത് ചെയ്യും? അമൻ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിയാലോ? ഏക്ത, നീ എന്തായി പറയുന്നത്? ഒളിച്ചോടിയാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? നിന്റെ കയ്യിൽ വല്ല പണമുണ്ടോ? പണമെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൾ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അതിനിടയിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. അവൻ അങ്ങനെ പറഞ്ഞതും ഏക്ത അവനോട് പറഞ്ഞു, അതൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. അങ്ങനെ പറഞ്ഞ ഏക്ത വീട്ടുകാരറിയാതെ വീട്ടിൽ ബിസിനസ് ആവശ്യത്തിന് കളക്ട് ചെയ്ത് വെച്ചിരുന്ന 15 ലക്ഷം രൂപ എടുത്ത് അവളുടെ ബാങ്കിലേക്ക് വെച്ചിട്ട് അവളുടെ തന്നെ 25 പവൻ സ്വർണം എടുത്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതാണ് ഏക്തയുടെ മാതാവ് പോലീസിൽ കൊടുത്ത പരാതി സൂചിപ്പിച്ചത്. ആ സ്വർണവും പണവുമായി അമന്റെ അടുത്തെത്തിയതും അമനും അവളും ആ ഹോട്ടൽ വിട്ട് അല്പം ദൂരേക്ക് മാറി അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസം ആരംഭിച്ചു. ആ വീട്ടിൽ താമസമാക്കിയ അമനും ഏക്തയും നല്ല രസകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഹോട്ടലിലെ ജോലിക്ക് അവൻ പോവുകയും ചെയ്യും. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായ അമനോടൊപ്പം മകള് ഇറങ്ങിപ്പോയ കാര്യം ഇതിനിടയിൽ ഏക്തയുടെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ആ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അവളുടെ പേരിൽ ഇനി എന്തെങ്കിലും നടപടിയെടുത്താൽ സ്വാഭാവികമായിട്ടും അവരുടെ മറ്റ് ബിസിനസ് താല്പര്യങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കും എന്നറിഞ്ഞതുകൊണ്ടാണ് ഏക്തയുടെ വീട്ടുകാർ പിന്നീട് അതിനെ ഫോളോ അപ്പ് ചെയ്യാതിരുന്നത്. ഇതിനിടയിൽ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന അമൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ
ഏക്ത വീട്ടിൽ ഒറ്റയ്ക്കാവുകയാണ്. അവൾക്ക് അവളുടെ വീട്ടുകാരെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ആ നഷ്ടബോധം മറികടക്കാൻ അവൾ കണ്ട ഒരു മാർഗം അവന്റെ വീട്ടുകാരുമായി ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ്. ആ കാര്യം അവൾ അവനോട് പറഞ്ഞു തുടങ്ങി. അവൻ, നമുക്ക് നിന്റെ വീട്ടിലോട്ട് പോയാലോ? രണ്ട് വീട്ടുകാരെയും പിണക്കി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. അവളുടെ വീട്ടുകാരെ പിണക്കി അവൾ ഓടി വന്നെങ്കിലും അവന്റെ വീട്ടുകാർ ഉറപ്പായും അവളെ സ്വീകരിക്കുമല്ലോ. എല്ലാ ദിവസവും ഏക്ത അവനോടൊപ്പം അവന്റെ വീട്ടിലേക്ക് പോണ കാര്യം പറഞ്ഞു തുടങ്ങിയതും അവൻ ആകെ ടെൻഷനിലായി. അവൾ അറിയാതെ അവന്റെ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. അവനൊരു വിവാഹം കഴിച്ചു എന്നും വിവാഹം കഴിച്ചത് ഒരു ഹിന്ദു പെൺകുട്ടിയാണെന്നുള്ള കാര്യമാണ് ആദ്യം അവൻ പറഞ്ഞത്. അത് കേട്ടതും അവന്റെ ഉമ്മ അവനോട് ചോദിച്ചു, ഇടാ അതിനെന്താ കുഴപ്പം, അവളെ നമ്മുടെ മതത്തിലേക്ക് അങ്ങ് മാറ്റിയപ്പോരെ? ഉമ്മ, അതാണ് പ്രശ്നം. ഞാനിവിടെ അമൻ എന്ന പേരിൽ ഒരു ഹിന്ദു ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഹിന്ദു ആണെന്ന് കരുതിയ അവൾ എന്നെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും. ഞാൻ മുസ്ലിം ആണെന്ന് അറിഞ്ഞാൽ അത് പ്രശ്നമാകും. അക്കാര്യം എനിക്ക് ഉറപ്പാണ്. ഏക്തയുമായി പരിചയപ്പെട്ട ആ നാളുകൾ മുതൽ ഈ ഒന്നിച്ച് താമസിച്ചു തുടങ്ങിയ സമയം വരെ ഏക്തയുടെ സ്വഭാവത്തെ ഏതാണ്ട് നന്നായി അവൻ പഠിച്ചിട്ടുണ്ട്. അവനറിയാം അവൾ എത്രത്തോളം ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവൻ മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ അവൾ പൊട്ടിത്തെറിക്കാനുള്ള സർവ്വസാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവൻ ഉമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞത്. കാര്യം കേട്ടതും ഉമ്മ അവനോട് പറഞ്ഞു, മോനെ, നീ ഒരു കാര്യം ചെയ്യ്, നീ അവളെ കൊണ്ടേക്ക് പോരെ, ബാക്കി ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. നീ പറഞ്ഞല്ലോ അവളുടെ കയ്യിൽ സ്വർണവും പണമൊക്കെ ഉണ്ടെന്ന്, അത് നമുക്ക് മിസ്സാക്കണ്ട. അവളുടെ കയ്യിൽ ഒരുപാട് സ്വർണവും പണവും ഉണ്ടെന്നുള്ള കാര്യം ഷാക്കിപ്പിന്റെ ഉമ്മയോട് പറഞ്ഞപ്പോഴാണ് ആ ഉമ്മ ആ ശൈലിയിൽ ഒരു മറുപടി പറഞ്ഞത്. ഷാക്കിപ്പ് എന്ന അവൻ വൈകുന്നേരം ഏക്തയെ കണ്ടപ്പോൾ ആ കാര്യം പറഞ്ഞു. ഏക്ത, ഞാൻ വീട്ടിലോട്ട് വിളിച്ചു, വീട്ടുകാര് നിന്നെ കൊണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ആദ്യമൊക്കെ അവരൊരു എതിർപ്പ് കാണിച്ചെങ്കിലും ഞാൻ നിന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ ഏക്തയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ പഞ്ചാബിലെ ലുധിയാനയിൽ നിന്ന് അമൻ എന്ന ഷാക്കിപ്പും ഏക്തയും കൂടി ഉത്തർപ്രദേശിലെ മീററ്റിലേക്ക് തിരിച്ചു. മീററ്റിൽ അവരുടെ വീട്ടിൽ ഏക്തയും കൊണ്ട് ഷാക്കിബ് എത്തുമ്പോൾ രാത്രി ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. വീടിന്റെ മുന്നിലെത്തിയ അമൻ എന്ന ഷാക്കിബ് ബെല്ലടിച്ചു. ബെല്ലടിക്കപ്പെട്ടതും വാതിൽ തുറന്നു. വാതിൽ തുറന്ന ആ സ്ത്രീയെ കണ്ട ഏക്ത ശരിക്കൊന്ന് ഞെട്ടി. അവൾക്ക് പരിചയമില്ലാത്ത ശൈലിയിലുള്ള വസ്ത്രധാരണമാണ് അകത്തെ ആ സ്ത്രീക്കുള്ളത്. ആ സ്ത്രീ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു മുസ്ലിം സ്ത്രീയാണെന്ന് വ്യക്തമാണ്. അവരുടെ വസ്ത്രധാരണം അതാണ് വിളിച്ചു പറയുന്നത്. ഏക്ത അമ്പരപ്പോടെ നോക്കുമ്പോൾ അകത്തുനിന്ന് മറ്റൊരു സ്ത്രീ കൂടി ഇറങ്ങി വന്നു. അവരുടെയും വേഷം മുസ്ലിങ്ങൾ ധരിക്കുന്ന വേഷമാണ്. തലയിൽ തട്ടമുണ്ട്. ഏക്ത അമ്പരപ്പോടെ അവനോട് ചോദിച്ചു, അവൻ, ഇതെന്താ മുസ്ലിം സ്ത്രീകൾ ഇവിടെ? ഏക്ത, അത് ഞാൻ പറയാം, നീ ബാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഏക്തയുമായി അവൻ വീടിനകത്തേക്ക് കയറി. ഏക്തയെ അവൻ അവന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു. പ്രധാന വാതിലിൽ നിന്ന് അവന്റെ മുറിയിലേക്കുള്ള ആ യാത്രക്കിടയിൽ ഏക്ത ചില കാഴ്ചകളൊക്കെ കണ്ടു. മുസ്ലിം വീടുകളിൽ കാണുന്ന ചില കാഴ്ചകളാണ് അവൾ കണ്ടത്. മുറിക്കുള്ളിലേക്ക് നടക്കുമ്പോൾ തന്നെ അവൾ ആകെ കൺഫ്യൂസ്ഡാണ്. അവള് ശരിക്കും അമ്പരപ്പോടെ ആ മുറിക്കുള്ളിൽ ചുറ്റും നോക്കുമ്പോൾ അവൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. അവള് എത്തപ്പെട്ടിരിക്കുന്നത് ഒരു മുസ്ലിം ഭവനത്തിലാണ്. അവൾ പെട്ടെന്ന് അവനോട് ചോദിച്ചു, അവൻ, എന്താ ഇത്? എന്തിനാ ഈ മുസ്ലിം ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്? ഏക്ത, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഹിന്ദു അല്ല. ഹിന്ദു അല്ലേ? അല്ല, ഞാൻ മുസ്ലിമാണ്. അവൻ, നീ എന്തായി പറയുന്നത്? നീ ഹിന്ദു ആണെന്ന് കരുതിയിട്ടല്ലേ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്? ഏക്ത, ക്ഷമിക്കേ, അങ്ങനെ പറ്റിപ്പോയി. എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. നിന്നോട് യാഥാർത്ഥ്യം പറയണമെന്ന് ഞാൻ ധരിച്ചതാണ്. അവൻ, ഇത് മാത്രം പറ്റില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ ബാഗൊക്കെ എടുക്കാൻ പോയതും അവനെന്ന ഷാക്കിബ് അവളോട് പറഞ്ഞു, ഏക്ത, നീ ഇവിടെ ഇരിക്കേ, ഈ രാത്രിയിൽ ഇപ്പൊ എന്തായാലും പോകാൻ പറ്റില്ല, ഞാൻ വീട്ടുകാരോട് ഒന്ന് പറയട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയ അവൻ ആ മുറിയുടെ കുറ്റിയം കിട്ടു. ഈ സമയത്ത് നിശബ്ദരായി ആ വീട്ടിലെ ആ സ്ത്രീകൾ ആ ബെഡ്റൂമിന്റെ പുറത്ത് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ശബ്ദമുണ്ടാക്കാതെ ഷാക്കിബ് അവരുടെ അടുത്തെത്തി. അവരുമായി അവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണ് അവന്റെ ജ്യേഷ്ഠൻ അങ്ങോട്ട് വരുന്നത്. ജ്യേഷ്ഠനും ഉമ്മയും സഹോദരിയും അടങ്ങിയ ആ സംഘത്തോടായി ഷാക്കിബ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഷാക്കിബ് കാര്യങ്ങൾ പറയുമ്പോഴാണ് ഷാക്കിബിന്റെ സുഹൃത്ത് രേഷ്മ അവിടേക്ക് വരുന്നത്. ഇപ്പോ 5 പേരുടെ ഒരു ടീമായി. രേഷ്മ ആ കാര്യങ്ങൾ കേട്ടതും ഷാക്കിബിനോട് പറഞ്ഞു, ഷാക്കിബ്, ഇത് വിഷയമാവും, നീ അകത്താവും. അവളെ ഇവിടുന്ന് പോവാൻ അനുവദിച്ചാൽ
ഒരു കാരണവശാലും നിന്നെ അവൾ വെറുതെ വിടത്തില്ല. രേഷ്മ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ ഷാക്കിബിന്റെ ചേട്ടനും പറഞ്ഞു. ഷാക്കിബിന്റെ ഉമ്മ പെട്ടെന്ന് അതിന് സൊല്യൂഷൻ പറഞ്ഞു. ഷാക്കിബ്, അവളെ ഇവിടുന്ന് ജീവനോടെ വിടണ്ട. ഉമ്മ പറയുന്നത്, ഷാക്കിബ്, അവൾ ഇവിടെ എത്തിയത് നമുക്ക് മാത്രമേ അറിയാവൂ. അവൾ ഇവിടെ വന്ന കാര്യം അവളുടെ വീട്ടുകാർക്കും അറിയില്ല. നമുക്ക് അവളുടെ കയ്യിലിരിക്കുന്ന പണം വേണമെങ്കിൽ അവളെ അവസാനിപ്പിക്കണം. പെട്ടെന്ന് ആ ടീം ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തി. ആ പെൺകുട്ടിയെ അവസാനിപ്പിക്കാനുള്ള ധാരണ, ആ പെൺകുട്ടിയെ കൊല്ലുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിന് ഒരു പ്ലാനും ഉണ്ടാക്കി. ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഷാക്കിബിന്റെ ജ്യേഷ്ഠൻ ഉടൻ തന്നെ സമീപത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി കുറച്ച് ഉറക്ക ഗുളികളുമായി മടങ്ങിയെത്തി. ആ ഉറക്ക ഗുളികകൾ ഷാക്കിബിന്റെ സുഹൃത്തായ രേഷ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ ഉറക്ക ഗുളികകൾ കലർത്തിയ ഒരു ജ്യൂസ് രേഷ്മ പെൺകുട്ടിയെ കൊണ്ട് കുടിപ്പിക്കണം. അവള് ജ്യൂസ് കുടിച്ചു മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെന്ന് ഷാക്കിബിനും വീട്ടുകാർക്കും അറിയാം. രേഷ്മ ആ റിസ്ക് ഏറ്റെടുത്തു. അതിവേഗം വീടിനകത്ത് ഒരു ജ്യൂസ് തയ്യാറാവുകയാണ്. ജ്യൂസ് റെഡിയാക്കിയതും ആ ഉറക്ക ഗുളികകൾ ആ ജ്യൂസിലേക്ക് കലക്കി. ശരിക്കും നന്നായിട്ട് ജ്യൂസിനകത്ത് ആ ഉറക്ക ഗുളികൾ ലയിച്ച് ചേർന്ന് ഉറപ്പായതും രേഷ്മ ഷാക്കിബിന്റെ ആ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്നു വരുന്ന രേഷ്മയെ കണ്ടപ്പോൾ അകത്തുള്ള ഏകയുടെ മുഖത്ത് ഒരു ആശ്വാസം ഉണ്ടായി. ആ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവൾ ആദ്യമായി ഹിന്ദു രീതിയിൽ വേഷം ധരിച്ച ഒരാളെ കാണുകയാണ്. രേഷ്മ അവൾ അടുത്ത് വന്നിരുന്നു. ഏയ് ഏകത, എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഞങ്ങളുടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഒന്നിച്ചു കഴിയുന്ന സ്ഥലമാണ്. നിനക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ രാവിലെ തിരിച്ചു പോകാലോ. ഈ രാത്രിയിൽ എന്തായാലും ഇനി യാത്ര പറ്റില്ല. നീ ഒരുപാട് ക്ഷീണിച്ചു വന്നല്ലേ, ഈ ജ്യൂസ് കുടിക്ക്. രേഷ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതും അവള് ആ ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു. ജ്യൂസ് കുടിക്കുന്നിടയിൽ ഏകത രേഷ്മയോട് പറയുകയും ചെയ്തു, ഞാൻ വളർന്നതും ജീവിച്ചതും ഹിന്ദുവായിട്ടാണ്, എനിക്കത് മാറാൻ പറ്റില്ല. എന്നെ ശരിക്കും ഈ അമൻ കബളിപ്പിക്കുകയായിരുന്നു. ഏയ് ഏകത, അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നീ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നീ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ലേ അബദ്ധം പറ്റിയത്. നമുക്ക് രാവിലെ ഇതിന് പരിഹാരം ഉണ്ടാക്കാം. രേഷ്മ അങ്ങനെ പറയുമ്പോഴേക്കും ഏകതയുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു തുടങ്ങുകയാണ്. അവൾ മയങ്ങി ആ കട്ടിലേക്ക് വീഴുന്നവരെയും രേഷ്മ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ക്ഷീണം കൊണ്ട് തന്നെ ഉറങ്ങിപ്പോവുകയാണെന്നുള്ളൊരു ധാരണയിൽ ഏകത ആ കട്ടിലേക്ക് അങ്ങ് ചാഞ്ഞു. ഏകത ആ കട്ടിലേക്ക് ചാഞ്ഞതും രേഷ്മ അവളുടെ കാലെടുത്ത് കട്ടിലിന് മുകളിലേക്ക് വെച്ചു. ശരിക്കും അവള് നല്ല മയക്കത്തിലായതും രേഷ്മ പുറത്തു വന്ന് കാര്യം പുറത്തുള്ളവരോട് പറഞ്ഞു. ഏകത അവിടെ ബോധം കെട്ട് ഉറങ്ങുമ്പോൾ ഷാക്കിബും സഹോദരനും ഉമ്മയും രേഷ്മയും സഹോദരന്റെ ഭാര്യയൊക്കെ ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഷാക്കിബിന്റെ പിതാവിന് വേണ്ടിയാണ് അവർ കാത്തു നിൽക്കുന്നത്. അദ്ദേഹം ടൗണിലേക്ക് പോയിരിക്കുകയാണ്. ഏകദേശം ഒരു രാത്രി 9:30 മണിയോടുകൂടി അയാൾ സ്ഥലത്തെത്തി. അയാൾ വീട്ടിലെത്തിയപ്പോൾ സംഭവം അയാളോട് അയാളുടെ ഭാര്യ പറഞ്ഞു. കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞതും ഭാര്യ പറഞ്ഞ കാര്യം ചെയ്യാമെന്ന് ഷാക്കിബിന്റെ പിതാവ് സമ്മതിച്ചു. ഷാക്കിബിന്റെ പിതാവും ഷാക്കിബിന്റെ ജ്യേഷ്ഠനും ഏകത കിടക്കുന്ന ആ മുറിയിലേക്ക് കടന്നു. അവളെ കട്ടിലിൽ അങ്ങനെ കിടക്കുകയാണ്. അബോധാവസ്ഥയിൽ കിടക്കുന്ന ഏകതയുടെ അടുത്തെത്തിയ ഷാക്കിബിന്റെ സഹോദരൻ കട്ടിലിന്റെ ഒരു വശത്തും പിതാവ് കട്ടിലിന്റെ മറുവശത്ത് നിന്നു. അതിനുശേഷം അവര് ഒരു തുണിയെടുത്ത് അവിടെ കഴുത്തിലോട്ട് പതുക്കെ ചേർത്ത് പിടിച്ചു. നല്ല ഉറക്കത്തിലാണ് ആ സമയത്ത് ഏകത. ഏകതയുടെ തല പൊക്കി അവര് ആ തുണി ഒന്ന് വലിച്ചു മുറുക്കി. ആ ഉറക്കത്തിലും അവളൊന്ന് പിടഞ്ഞു. അവൾ നിശ്ചലയായി എന്ന് ബോധ്യമായതും തങ്ങളെ ഏൽപ്പിച്ച കാര്യം പൂർത്തീകരിച്ചു എന്ന് ഷാക്കിബിന്റെ ബ്രദറും ഷാക്കിബിന്റെ അച്ഛനും ആ വാതിലിൽ നിന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു. താൻ സ്നേഹിച്ച ഏകത നിശ്ചലയാകുന്നത് ഷാക്കിബും കാണുന്നുണ്ടായിരുന്നു. ഷാക്കിബിന്റെ ഭാര്യ ഏകത മരണപ്പെട്ടെന്ന് ഉറപ്പായതും അവളുടെ ബോഡി മറവ് ചെയ്യാനുള്ള നടപടികളിലേക്ക് അവർ കടന്നു. അവർക്ക് ഒരു കാര്യം അറിയാം, ഏകത പഞ്ചാബിലെ ലുധിയാന ജില്ലക്കാരിയാണ്. അവളെ കാണാതാകുമ്പോൾ അവിടെയൊക്കെ പോലീസ് തിരക്കുമെന്നല്ലാതെ ഒരു കാരണവശാലും ഇവിടെ ഈ മീററ്റിലോട്ട് അന്വേഷിച്ച് വരത്തില്ല. അതുമാത്രമല്ല, ഈ അമൻ എന്ന പേരിൽ ലൂധിയാനയിൽ വർക്ക് ചെയ്യുന്ന ഷാക്കിബ് ഉത്തർപ്രദേശുകാരനാണെന്നുള്ള കാര്യം ആർക്കും അറിവുള്ളതുമല്ല. അവൻ ആ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. ഹിന്ദുവായി അഭിനയിക്കുന്നതുകൊണ്ട് അവൻ അത് വളരെ വളരെ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. ഒരു കാരണവശാലും അവൻ മീററ്റിലോട്ട് പോയ കാര്യം പോലീസ് അറിയില്ല. അത് ഉറപ്പാക്കിയ ആ വീട്ടുകാർ ആദ്യം ചെയ്തത് ഏകതയുടെ ബോഡിയിലുള്ള വസ്ത്രങ്ങൾ അഴിച്ചെടുക്കുക എന്നുള്ളതാണ്. അവളെ നഗ്നയാക്കി അവളുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ മുഴുവൻ അഴിച്ചെടുത്തു. അതിനുശേഷമാണ് അവളെ
കഷ്ണം കഷ്ണങ്ങളായി മുറിക്കുന്നത്. തല, 2 കൈകൾ, 2 കാലുകൾ, കബന്ധം, അങ്ങനെ 6 കഷ്ണങ്ങളാക്കിയതിനു ശേഷം അത് ആ വില്ലേജിൽ തന്നെയുള്ള കരിമ്പൻ തോട്ടത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിലായി കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി കരിമ്പൻ തോട്ടത്തിനകത്ത് ചെറിയ കുഴികൾ കുഴിച്ച് ആ കുഴിക്കകത്ത് അത് ഇടുമ്പോൾ അത് വേഗം ദ്രവിച്ചു പോകാൻ വേണ്ടി എല്ലാ കുഴികളിലും ആവശ്യത്തിന് ഉപ്പ് വിതറുകയും ചെയ്തു. ഏകതയെ കൊലപ്പെടുത്തി അവിടെ ആ വയലിൽ ചവിട്ടി താഴ്ത്തിയതിന് ശേഷം അവൾ ജീവിച്ചിരിക്കുന്നു എന്ന തോന്നലുണ്ടാക്കാൻ വേണ്ടി കുറെ നാള് അവളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഈ ഷാക്കിബ് ഉപയോഗിച്ചിരുന്നു. അതിനകത്ത് അവളുടെ പഴയ ചില ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും ഇടുന്ന ഒരു പരിപാടിയാണ് അവൻ ചെയ്തത്. അവളും അവനും ചേർന്നുള്ള ആ ലൈഫൊക്കെ ഫോട്ടോഗ്രാഫ്സായി അവൻ്റെയും ഫോണിലുണ്ടായിരുന്നു. അതെല്ലാം ഏകതയുടെ ആ ഇൻസ്റ്റയിലേക്ക് അവൻ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസങ്ങൾ അവൻ അങ്ങനെ ചെയ്തപ്പോൾ അവനൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തുകൊണ്ടാണ് അവൻ ആ ആക്ടിവിറ്റി അങ്ങ് നിർത്തിവെച്ചത്. പോലീസ് ആ ഇൻസ്റ്റയിലേക്ക് ഫോട്ടോസ് അപ്പ് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ചാലോ എന്നൊരു തോന്നൽ അവന് ഉണ്ടായത് കൊണ്ടാണ് അവൻ ആ ആക്ടിവിറ്റി നിർത്തിവെച്ചത്. അവൻ ആ ആക്ടിവിറ്റി നിർത്തിവെച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് യഥാർത്ഥത്തിൽ ആ കരിമ്പൻ തോട്ടത്തിനകത്തുനിന്ന് ആ പട്ടി കാല് കടിച്ചെടുത്തുകൊണ്ട് ഓടുന്നതും പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. എന്തായാലും ഈ മുഴുവൻ സംഘത്തെയും കോടതിയിൽ ഹാജരാക്കി പോലീസ് റിമാൻഡ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും അമൻ എന്ന പേരിൽ ഷാക്കിബും ഏകതയും പ്രണയത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുന്ന ഒരു സമയത്താണ് അവന്റെ പേര് അവളുടെ കയ്യിൽ ടാറ്റു കുത്താൻ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ച അവൾ അമൻ എന്ന ആ ഷാക്കിബിനെയും കൂട്ടിയാണ് ടാറ്റു കടയിൽ പോയത്. ആ ടാറ്റു കടയിൽ അവളുടെ കയ്യിൽ അങ്ങനെ അമൻ എന്ന പേര് മുദ്ര കുത്തുമ്പോൾ ആ പേര് തന്നെ കൊടുക്കുന്ന ഒരു പ്രക്രിയയായി ഭാവിയിൽ മാറുമെന്ന് ശരിക്കും ഷാക്കിബ് എന്ന അമൻ അന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് സത്യം. ദൈവം ഇങ്ങനെ ഓരോ അടയാളങ്ങൾ ഇടുമെന്നൊക്കെ പറയുന്നത് വെറുതെയല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങൾ ആകുന്നതിന് മുമ്പാണ് ശരിക്കും ഈ ഏകത കൊല്ലപ്പെട്ടത്. വിവാഹം കഴിഞ്ഞ അതേ രാത്രിയിൽ കൊല്ലപ്പെടുന്ന ഒരാളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയും ഒരു സംഭവമുണ്ട്. ശരിക്കും കോളിലൊക്കെ സൃഷ്ടിച്ച ആ കഥ ഞാനിവിടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. 2 കഥകൾ കേൾക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇതുവരെ എം ലൈഫിൽ നിന്ന് ഈ കഥകൾ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യണേ. താങ്ക് യു.